ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടാതെ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവോയുടെ S1 Pro ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമുക്കറിയാം. ഇതിൻ്റെ പാക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24,990 രൂപയാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ 20,000 രൂപയ്ക്ക് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഓഫർ ആയതും മറ്റും കൊണ്ട് നമുക്കിത് 19,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8GB റാമും അതേപോലെ തന്നെ 128GB റോമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. വളരെ നല്ലൊരു പാക്കേജിംഗ് ആണ്. സാധാരണ എല്ലാ മൊബൈൽ ഫോണും ഉള്ളതുപോലെ തന്നെയാണ് ഇതും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുള്ളൊരു ഫോൺ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റ് ഷൈനിങ്, എന്താ പറയുക, ഒരു മഴവില്ലിൻ്റെ കളർ മിക്സിങ് ആയതുപോലത്തെ ഒരു ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ. ഇത് എനിക്ക് തോന്നുന്നു 2-3 കളറിൽ ഇത് വേറെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കിത് ആദ്യം ഇത് തന്നെ നോക്കിയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ എടുത്തു. അപ്പോൾ നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നി. നല്ല ക്ലാരിറ്റി ആട്ടോ, നല്ല പിക്സൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഇത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 48 MP ആണ് ബാക്ക് ക്യാമറ എന്ന് പറയുന്നത്. ഫ്രണ്ട് ക്യാമറ 32 MP ഉണ്ട്. അപ്പം നമുക്ക് ഇത് നല്ലൊരു, എന്താ പറയുക, അത്യാവശ്യം ക്ലിയറായിട്ട് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പം സാധാരണ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണും കൂടിയാണ് ഇതിപ്പം. ഇതേപോലെ തന്നെ ഇതിൽ ഫ്ലാഷ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതുള്ളത്. അപ്പം നമുക്ക് 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരുവിധം ഊഹിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചാർജറും ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, നമുക്ക് കളറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്കല്ല ലൈറ്റും അല്ല, ഒരു നോർമലായിട്ടുള്ളതാണ്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മഴവിൽ കളർ പോലെ ഉണ്ടാവും. 2 സൈഡും ഒരു റോസ് ആയിട്ടും നടുവിൽ ഒരു നീല കളറും ആയിട്ടുള്ളതാണ്. ഇത് ശരിക്കും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാട്ടോ. എനിക്ക് നല്ല ലൈക്കായിട്ടുണ്ട് ബാക്ക് കളറൊക്കെ. പക്ഷേ ലേഡീസിനൊക്കെ സ്പെഷ്യലി നല്ല ലൈക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ചാർജറാണ്. സ്പീഡ് ചാർജറാട്ടോ. ഇതിൻ്റെയൊക്കെ നമുക്ക് കേബിളും ഇതിൻ്റെ ഒപ്പം തന്നെ നോർമലി എല്ലാ മൊബൈൽ സെറ്റ് കിട്ടും പോലെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഹെഡ്ഫോണാണ്. ഹെഡ്ഫോണൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടിട്ടതാട്ടോ. ആദ്യം ഞാനെല്ലാം നോക്കിയിട്ടാണ് ഇത് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഹെഡ്ഫോൺ നല്ല ലൈക്കായിട്ടുണ്ട്. നോർമലി എനിക്ക് തോന്നുന്നു വിവോയുടെ എല്ലാത്തിനും ഈ ഒരു ഹെഡ്ഫോണാണ് തോന്നുന്നു കിട്ടുന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കവറുണ്ടാവും, ബാക്ക് കവറ്. പിന്നെ നമുക്കിതിലേക്ക് ഗ്യാരൻറ്റി കാർഡും അതേപോലെ നമുക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാർഡൊക്കെ ഇതിലുണ്ടാവും. പിന്നെ അതിൻ്റെ ക്യാബിളാണ് മറ്റൊരു കവറിൽ നമുക്ക് ഇട്ടിട്ട് കാണുന്നുള്ളത്. പിന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16.20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം, എന്താ പറയുക, ഫുള്ളായിട്ട് ഒരു പിക്കൊക്കെ എടുക്കുമ്പം നല്ല സൂപ്പറായിട്ടുള്ള ഒരു പിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ്. ഞാനിതിൻ്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ഫുള്ളായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാവില്ലെങ്കിലും നിങ്ങൾക്കിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നന്നായിട്ടുള്ള ഒരു ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു പിക്സൽസൊക്കെ നന്നായിട്ടൊരു പ്യുവർ എഡ്ജായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ക്യാമറ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ക്യാമറയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്ലോ മോഷൻ, ബ്യൂട്ടി, അതേപോലെ തന്നെ നമുക്ക് വീഡിയോ പിക്സൊക്കെ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളെ ഫോണിൻ്റെ ക്യാമറയിൽ നോർമൽ വീഡിയോ അതേപോലെ തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കും, അത് അവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സൂപ്പറായിട്ടുള്ളതാണ്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന വാൾപേപ്പേഴ്സാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ്, അതായത് നമ്മുടെ ഫ്ലാഷ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നോർമൽ നമുക്ക് ലോക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്ഷന്. നോർമൽ എല്ലാ വിവോയിലും തോന്നുന്നത് എനിക്ക് ബാക്ക് സൈഡാണ്. ഇത് സൂപ്പറായിട്ടുണ്ട് ഫ്രണ്ടായത്. അപ്പോൾ എന്നാൽ പറ്റുന്ന ഒരു റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ, താങ്ക് യു.